ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ചാനൽ സദയം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ വേണ്ടി ബെൽ ഐക്കൺ അമർത്തുക. ഇഷ്ടപ്പെട്ടവർ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. കൂടാതെ താങ്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സദയം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. 2025 മെയ് 14 ബുധനാഴ്ച രാത്രി 10:36 വ്യാഴം ഇടവം രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്ക് സംക്രമിക്കുന്നു. ശുക്രൻ്റെ ക്ഷേത്രവും ശത്രുക്ഷേത്രവുമായ ഇടവം രാശിയിൽ നിന്ന് വ്യാഴം മാറുന്നത് മറ്റൊരു ശത്രുക്ഷേത്രവും ബുധൻ്റെ ക്ഷേത്രവുമായ മിഥുനം രാശിയിലേക്കാണ്. ഒരു രാശിയിൽ ശരാശരി ഒരു വർഷക്കാലം സഞ്ചരിക്കുന്ന വ്യാഴം ശനിയും രാഹുകേതുക്കളും കഴിഞ്ഞാൽ പതുക്കെ സഞ്ചരിക്കുന്ന ഗ്രഹമാണ്. 2025 മെയ് 14 മിഥുനം രാശിയിൽ പ്രവേശിക്കുന്ന വ്യാഴം 2025 ഒക്ടോബർ 19 ഉച്ചയ്ക്ക് 12:57 ചന്ദ്രൻ്റെ ക്ഷേത്രവും വ്യാഴത്തിൻ്റെ ഉച്ചരാശിയുമായ കർക്കിടകം രാശിയിലേക്ക് സംക്രമിക്കുന്നു. 2025 നവംബർ 11 വൈകുന്നേരം 6:31 വ്യാഴം അത്യുച്ചത്തിൽ എത്തുകയും പിന്നീട് പ്രതിലോമമായി സഞ്ചരിച്ച് 2025 ഡിസംബർ 4 രാത്രി 8:39 വീണ്ടും മിഥുനം രാശിയിൽ എത്തുകയും ചെയ്യുന്നു. അതായത് 2025 വ്യാഴം ഇടവം രാശിയിൽ നിന്ന് മിഥുനം രാശിയിലേക്കും അവിടെ നിന്ന് കർക്കിടകം രാശിയിലേക്കും തിരികെ മിഥുനം രാശിയിലേക്കും സംക്രമിക്കുന്നു. പ്രപഞ്ചശക്തികൾക്ക് ചൈതന്യം പകരുകയും വ്യക്തിജീവിതത്തെയും സമൂഹത്തെയും മാത്രമല്ല ലോകഗതിയെ തന്നെ സ്വാധീനിക്കുന്നതാണ് വ്യാഴത്തിൻ്റെ ഈ രാശിമാറ്റം. വ്യക്തിജീവിതത്തിൽ ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ നൽകുവാൻ കഴിവുള്ള ഗ്രഹമാണ് വ്യാഴം. വ്യാഴം നൽകുന്ന ഫലങ്ങൾ ഗുണമായാലും ദോഷമായാലും കാലതാമസം കൂടാതെ പെട്ടെന്ന് തന്നെ ലഭിച്ചു തുടങ്ങും എന്നതാണ് ഈ ഗ്രഹത്തിൻ്റെ ഒരു പ്രത്യേകത. വ്യാഴത്തിൻ്റെ അനുകൂലാവസ്ഥയാണ് ഈശ്വരാധീനത്തെ സൂചിപ്പിക്കുന്നതും. ഒരു വ്യക്തി ജനിച്ച കൂറിൻ്റെ 2, 5, 7, 9, 11 എന്നീ ഭാവങ്ങളിൽ വ്യാഴം സഞ്ചരിക്കുമ്പോഴാണ് കൂടുതൽ നല്ല അനുഭവങ്ങൾ ലഭിക്കുന്നത്. മറ്റു ഭാവങ്ങൾക്ക് ജാതകത്തിൽ പല ഗുണങ്ങളും ചെയ്യാനാകും, എന്നാൽ ചാരവശാൽ അത്ര ഗുണകരമല്ല. 4, 12 എന്നീ ഭാവങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ ഭാവിയിൽ പ്രയോജനം ലഭിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി പണം നിക്ഷേപിക്കാവുന്നതാണ്. വസ്തുവോ വീടോ വാങ്ങുന്നതിൽ തെറ്റില്ല. 4-ാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ പുതിയ വീട് നിർമ്മിക്കുകയോ വീടിൻ്റെ അറ്റകുറ്റപ്പണി നടത്തുകയോ ആകാം. മിഥുനം രാശിയിൽ സഞ്ചരിക്കുന്ന വ്യാഴത്തിന് തുലാം, ധനു, കുംഭം എന്നീ രാശികളിലേക്ക് പൂർണ്ണ ദൃഷ്ടിയുണ്ട്. ദേവഗുരുവും സർവേശ്വരകാരകനുമായ വ്യാഴത്തിൻ്റെ 2025 ഈ രാശിമാറ്റങ്ങൾ രോഹിണി, മകയിരം, തിരുവാതിര എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് അവരുടെ ജീവിതത്തിൽ എങ്ങനെ സ്വാധീനിക്കുന്നു, എന്തെല്ലാം അനുഭവങ്ങളാണ് അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നത് എന്നാണ് ഇവിടെ പരിശോധിക്കുന്നത്. രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മിഥുനം രാശിയിലേക്കുള്ള വ്യാഴത്തിൻ്റെ ഭാവപ്പകർച്ച കൂടുതൽ അനുകൂല ഫലങ്ങൾ നൽകുന്നതായിരിക്കും. മനസ്സിനെ നിയന്ത്രിച്ചിരുന്ന അശുഭചിന്തകൾ അവസാനിക്കും. ജീവിതം പ്രസന്നവും സന്തോഷഭരിതവും ആകും. കാത്തിരുന്ന പല കാര്യങ്ങളും അനുഭവത്തിൽ വരും. അവിവാഹിതർക്ക് വിവാഹത്തിൻ്റെ കാലമാണ്. പുതിയ ഭവനത്തിൽ താമസിക്കുവാൻ യോഗം ഉണ്ടാകും. വിലപ്പെട്ട സമ്മാനങ്ങളും പാരിതോഷികങ്ങളും ലഭിക്കും. തൊഴിൽ മേഖലയിൽ പുരോഗതിയും നേട്ടവും ഉണ്ടാകും. മത്സരങ്ങളിലും പരീക്ഷകളിലും വിജയിക്കും. ധനസ്ഥിതി സുസ്ഥിരമാകും. നല്ല വാക്കുകൾ പറഞ്ഞ് എല്ലാവരുടെയും പ്രീതി ആർജിക്കും. ഇഷ്ടപ്പെട്ട വാഹനം സ്വന്തമാകും. യാത്രകൾ കൊണ്ട് നേട്ടമുണ്ടാകും. ശത്രുക്കൾ മിത്രങ്ങൾ ആയേക്കും. ദാമ്പത്യ ജീവിതം സുഖകരമാകും.
സന്തതികൾ മൂലം സന്തോഷം ഭവിക്കും. ലക്ഷ്യബോധവും ചുമതലാബോധവും ഉണ്ടാകും. ബിസിനസ്സിലും ജീവിതത്തിലും ടെൻഷനും തടസ്സങ്ങളും നീങ്ങും. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും. ശിരസ്, ഉദരം, മുതുക്, കഴുത്ത്, ഹൃദയം എന്നിവ സംബന്ധിച്ചുള്ള രോഗങ്ങൾക്ക് സാധ്യതയുണ്ട്. അശ്രദ്ധയും മറവിയും കൊണ്ട് ഉണ്ടാകുന്ന അബദ്ധങ്ങളും കരുതിയിരിക്കണം. സാക്ഷി പറയുന്നതും ജാമ്യം നിൽക്കുന്നതും ചില കുഴപ്പങ്ങൾ സൃഷ്ടിച്ചേക്കും. 2025 ഒക്ടോബർ 19 വ്യാഴം കർക്കിടകൻ രാശിയിൽ പ്രവേശിക്കുമ്പോൾ അനുഭവങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിരിക്കും. ബുദ്ധിപൂർവമായി പ്രവർത്തിച്ചാൽ നന്മയുടെ പാതയിലേക്ക് കടന്നു ചെല്ലുവാൻ കഴിയും. വാർദ്ധക്യ വിഷമതകൾ അനുഭവിക്കുന്ന മാതാപിതാക്കൾക്ക് ദോഷകാലമാണ്. അനാവശ്യ ചിന്തകൾ മനസ്സിനെ വലയം ചെയ്യും. പ്രതീക്ഷയോടെ കാത്തിരുന്ന ശുഭകാര്യങ്ങൾ നടക്കും. പങ്കാളിത്ത ബിസിനസ്സിൽ നേട്ടമുണ്ടാകും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ വേണ്ടിവരും. വിദേശവാസ യോഗവും കാണുന്നുണ്ട്. സാമ്പത്തിക കാര്യത്തിൽ കരുതൽ വേണം. അനാവശ്യ ചെലവുകളും വന്നുചേരും. സഹോദരങ്ങളുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. ദാമ്പത്യ ജീവിതം സന്തോഷകരമാകും. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കും. 2025 ഡിസംബർ 4 വ്യാഴം തിരികെ മിഥുനം രാശിയിൽ പ്രവേശിക്കുമ്പോൾ വീണ്ടും ഗുണാനുഭവങ്ങൾ വർദ്ധിക്കും. ദോഷപരിഹാരമായി പക്കപ്പിറന്നാൾ തോറും ശിവക്ഷേത്ര ദർശനം നടത്തി പിൻവിളക്ക്, ധാര എന്നിവ നടത്തുക. ദക്ഷിണാമൂർത്തിയെ ഭജിക്കുക. മകയിരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 2025 മെയ് 14 നടക്കുന്ന വ്യാഴത്തിൻ്റെ മിഥുനം രാശിയിലേക്കുള്ള രാശിമാറ്റം ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളായിരിക്കും അനുഭവത്തിൽ വരുന്നത്. ഇടവക്കൂറുകാരായ മകയിരം നാളുകാർക്ക് ഗുണാനുഭവങ്ങൾ മുന്നിട്ട് നിൽക്കും. ധനാഗമത്തിന് പുതിയ വഴികൾ തുറന്നു കിട്ടും. തൊഴിൽ തേടുന്നവർക്ക് പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ സാധിക്കും. കർമ്മരംഗത്തെ തടസ്സങ്ങൾ നീങ്ങും. വിദ്യാർത്ഥികൾക്ക് ഉന്നത വിജയം നേടുവാനും ആഗ്രഹിച്ച വിഷയത്തിൽ ഉന്നത പഠനം നടത്തുവാനും സാധിക്കും. ശത്രുക്കൾ നിഷ്പ്രഭരാകും. സ്ഥാനമാനങ്ങളും പാരിതോഷികങ്ങളും ലഭിക്കും. ദാമ്പത്യ ജീവിതം സുഖകരമാകും. ഗ്രഹാന്തരീക്ഷം പൊതുവെ ശാന്തിയും സമാധാനവും നിറഞ്ഞതാകും. ചിന്തകൾക്ക് തെളിമയുണ്ടാകും. ആശയവിനിമയശേഷി വർദ്ധിക്കും. ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റം, വേതന വർധനവ്, ഇഷ്ടസ്ഥലത്തേക്ക് സ്ഥലം മാറ്റം എന്നിവ പ്രതീക്ഷിക്കാം. സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർക്ക് സ്വതന്ത്ര ചുമതലകൾ വഹിക്കാൻ ആവും. അവിവാഹിതർക്ക് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ കഴിയും. സന്തതികൾ മൂലം സന്തോഷം ഉണ്ടാകും. ലക്ഷ്യബോധവും ചുമതലാബോധവും ഉണ്ടാകും. മകയിരം മിഥുനക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്ര ഫലങ്ങൾക്കായിരിക്കും മുൻതൂക്കം. വിലപിടിച്ച വസ്തുക്കൾ നഷ്ടപ്പെടാതെ നോക്കണം. അനാവശ്യമായ സംഭാഷണമോ ആലസ്യമോ അശ്രദ്ധയോ കൊണ്ട് തൊഴിൽ രംഗത്ത് കുഴപ്പങ്ങൾ ഉണ്ടാകാതെ നോക്കണം. അലർജി, ത്വക്ക് രോഗം, ശിരോരോഗങ്ങൾ, കഫജന്യ രോഗങ്ങൾ ഇവയ്ക്കും സാധ്യതയുണ്ട്. തെറ്റായ തീരുമാനങ്ങൾ കൈക്കൊള്ളാനുള്ള തോന്നലുകൾ ഉണ്ടാകും. കർമ്മരംഗം ഉദാസീനമായിരിക്കും. അന്യദിക്കിലേക്ക് സ്ഥലം മാറ്റത്തിന് സാധ്യതയുണ്ട്. സാമ്പത്തികമായി ക്ലേശങ്ങൾ അനുഭവപ്പെടാം. പാഴ്ചെലവുകൾ വർദ്ധിക്കും. കുടുംബാംഗങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസത്തിന് സാധ്യതയുണ്ട്. വൈകാരികമായ കാര്യങ്ങളിൽ തെറ്റുപറ്റും. 2025 ഒക്ടോബർ 19 വ്യാഴം കർക്കിടക രാശിയിൽ പ്രവേശിക്കുമ്പോൾ മകയിര നാളുകാർക്ക് പൊതുവെ അനുകൂലമായിരിക്കും. പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുവാൻ കഴിയും. തൊഴിൽപരമായി തടസ്സം നേരിട്ടാലും അതിനെയൊക്കെ തരണം ചെയ്യുവാൻ സാധിക്കുന്നതാണ്. സഹായഹസ്തങ്ങൾ ഉയരും. കുടുംബജീവിതത്തിൽ സന്തോഷം നിലനിൽക്കും. നല്ല കാര്യങ്ങൾക്ക് വേണ്ടി യാത്ര ചെയ്യേണ്ടി വരും. യാത്രകൾ കൊണ്ട് നേട്ടമുണ്ടാകും. പദവിയിൽ ഉയർച്ച വന്നുചേരും. പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ വിദ്യാർത്ഥികൾക്ക് അസൂയാവഹമായ നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കും. ബന്ധുമിത്രാദികളുടെ സഹകരണം ലഭിക്കും. 2025 ഡിസംബർ 4 വ്യാഴം തിരികെ മിഥുനം രാശിയിൽ പ്രവേശിക്കുന്നതാണ്. ദോഷപരിഹാരമായി ദേവീക്ഷേത്ര ദർശനം പതിവാക്കുക. ദേവിക്ക് രക്തപുഷ്പാഞ്ജലി, കടുംപായസം എന്നീ വഴിപാടുകൾ നടത്തുക. തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക്
2025 മെയ് 14 നടക്കുന്ന വ്യാഴത്തിൻ്റെ മിഥുനം രാശിയിലേക്കുള്ള രാശിമാറ്റം ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളായിരിക്കും അനുഭവത്തിൽ വരുന്നത്. ദൈവാധീനക്കുറവും ഭാഗ്യഹാനിയും ഉണ്ടാകും. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് സാമ്പത്തികമായി അല്പം മെച്ചപ്പെട്ട സ്ഥിതി വന്നുചേരും. യാത്രകൾ പ്രയോജനപ്രദം ആകണമെന്നില്ല. വ്യവഹാരങ്ങളിൽ അന്തിമമായ തീർപ്പുണ്ടാകുവാൻ കുറച്ചു കാലം കൂടി കാത്തിരിക്കേണ്ടി വരും. അകാരണമായ തടസ്സങ്ങളും കഷ്ടനഷ്ടങ്ങളും മൂലം മനസ്സിൻ്റെ ഉന്മേഷവും ജാഗ്രതയും ചോർന്നു പോകുന്നതായി തോന്നും. അക്കാര്യങ്ങളിൽ പ്രത്യേകം ജാഗ്രത വേണം. കപ്പിനും ചുണ്ടിനുമിടയിൽ സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടുന്നത് വിഷമിപ്പിക്കും. മോഹിച്ച് കാത്തിരുന്ന പദവികളിൽ ശത്രുക്കൾ കയറിയിരുന്ന് വിലസുന്നത് കാണേണ്ടി വരും. ലക്ഷ്യത്തിലെത്താൻ വിദ്യാർത്ഥികൾ കൂടുതൽ കഠിന പ്രയത്നം ചെയ്യണം. കച്ചവടക്കാർ പുതിയ തന്ത്രങ്ങൾ പ്രയോജനപ്പെടുത്തണം. ഗാർഹിക ജീവിതത്തിൽ സുഖവും സന്തോഷവും അനുഭവപ്പെടും. ഗുരു കാരണവന്മാരുടെ അനുഗ്രഹം ഉണ്ടാകും. സജ്ജന സംസർഗത്തിനും സന്ദർഭം ഉണ്ടാകുന്നതാണ്. അപ്രതീക്ഷിത കേന്ദ്രങ്ങളിൽ നിന്നും ചില സഹായങ്ങൾ വന്നെത്തും. അന്യനാട്ടിൽ പഠനം, തൊഴിൽ എന്നിവയ്ക്കും സാധ്യതയുണ്ട്. ഏജൻസികൾ വഴി നേട്ടമുണ്ടാകും. ദിവസവേതനക്കാർ, വഴി നടന്ന് കച്ചവടം നടത്തുന്നവർ തുടങ്ങിയവർക്ക് തരക്കേടില്ലാത്ത വരുമാനം പ്രതീക്ഷിക്കാം. സന്താനങ്ങൾക്ക് ശ്രേയസ്സുണ്ടാകും. അവിവാഹിതർക്ക് വിവാഹ സാധ്യതയുണ്ട്. ദമ്പതിമാർക്ക് ദാമ്പത്യ സുഖം പ്രതീക്ഷിക്കാം. 2025 ഒക്ടോബർ 19 വ്യാഴം കർക്കിടകൻ രാശിയിൽ പ്രവേശിക്കുമ്പോൾ തിരുവാതിര നാളുകാർക്ക് പൊതുവെ നല്ല ഫലങ്ങൾ അനുഭവത്തിൽ വരും. കുടുംബസൗഖ്യം അനുഭവപ്പെടും. ദമ്പതികൾക്ക് സന്തതികൾ മൂലം സന്തോഷം ഉണ്ടാകും. ഉദ്യോഗസ്ഥർക്ക് പദവികൾ ലഭിക്കും. കുറേ കാലമായി മുടങ്ങിക്കിടന്ന ശുഭകാര്യങ്ങൾ കുടുംബത്തിൽ നടക്കും. ഉത്തരവാദിത്വം കൂടും. വരുമാനത്തിൽ വർധനവുണ്ടാകും. സാമ്പത്തിക നില മെച്ചപ്പെടും. വിദ്യാഭ്യാസ കാര്യത്തിൽ പുരോഗതി ദൃശ്യമാകും. പൂർവിക സ്വത്ത് കൈവശം വന്നുചേരും. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകും. ലക്ഷ്യബോധവും ചുമതലാബോധവും ഉണ്ടാകും. ബിസിനസ്സിലും ജീവിതത്തിലും ടെൻഷനും തടസ്സങ്ങളും നീങ്ങുന്നതാണ്. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും. ദൂരയാത്രകൾ ഗുണകരമാകും. ഉല്ലാസയാത്രയ്ക്കും യോഗമുണ്ട്. അവിവാഹിതർക്ക് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ കഴിയുന്നതാണ്. 2025 ഡിസംബർ 4 വ്യാഴം തിരികെ മിഥുനം രാശിയിൽ പ്രവേശിക്കുന്നതാണ്. അപ്പോൾ ഫലം വീണ്ടും ഗുണദോഷ സമ്മിശ്രമാകും. ദോഷപരിഹാരമായി വ്യാഴാഴ്ച തോറും മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ വ്യാഴത്തിന് മഞ്ഞപ്പെട്ടും യഥാശക്തി അന്നദാന വഴിപാടുകളും നടത്തുക. ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷന്റെ ഈ ജ്യോതിഷ പ്രവചനം മുഴുവൻ സമയവും ശ്രദ്ധിച്ചിരുന്ന നിങ്ങൾക്കോരോരുത്തർക്കും ഞങ്ങളുടെ നന്ദി. തുടർന്നും ഇവ ലഭിക്കുവാനായി സദയം സബ്സ്ക്രൈബ് ചെയ്യും.